വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കിഴക്കമ്പലത്ത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ്. 5 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയും ഒരു സ്റ്റഡി റൂമും 2 കിച്ചണും യൂട്ടിലിറ്റി റൂമോടും കൂടിയ സ്പേഷ്യസ് ആയ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് 2 എലിവേഷനാണ് ഉള്ളത്, ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും. എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ലോപ്പിംഗ് റൂഫും ബാക്കിയുള്ള പോർഷൻ ബോക്സ് ഷേപ്പിലുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററിലധികമുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇത് ഈ വില്ല പ്രോജക്റ്റിൻ്റെ എൻഡാണ്. ഈ എൻഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ സിമ്പിളായി നിർമ്മിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. 4.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഗേറ്റും വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. മുറ്റത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് ആണ് ഉള്ളത്. ചെറിയ കാറാണെങ്കിൽ 3 കാർ വരെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 22.5 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിൽ ഉള്ളത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്, അതായത് ഈസ്റ്റ് സൈഡ്. 17 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഡ്രസ് വർക്ക് ചെയ്തിട്ടാൽ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയിലേറെയാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലെ കോമ്പൗണ്ട് വാളിന് ഹൈറ്റ് കൂട്ടാനായിട്ട് പോളികാർബൺ ഷീറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നമുക്കൊരു എക്സ്ട്രാ വർക്ക് ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ വിൻഡോ ഫ്രെയിം എല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡോർ തേക്കിൻ തടിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി നൽകിയിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഈ ഒരു ഭാഗത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്കുള്ള വിൻഡോ നീളം കൂടിയതാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ വലുപ്പമുള്ള ഒരു കോർണർ സോഫ തന്നെ നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കോഫി ടേബിൾ വന്നാൽ പോലും മൂവ്മെൻറ്റിന് ഒരുവിധ തടസ്സവും ഉണ്ടാവുകയില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് യൂണിറ്റും അത്യാവശ്യം ഡക്കർ സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. ഡക്കർ സ്പേസിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് മനോഹരമായ ഒരു വാൾ ലൈറ്റോട് കൂടിയാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു TV യൂണിറ്റിൻ്റെ ഈ സൈഡിലും ഡക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ ആ പാനലിംഗ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ V-ഗാർഡിൻ്റെ ഒരു സീലിംഗ് ഫാനോട് കൂടിയാണ് ഇവിടെ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്ന് പിന്നീട് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്.
കൂടാതെ ഇവിടെയും നമുക്ക് ബാക്ക് സൈഡിലും ഒരു ഡെക്കർ സ്പേസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ആ ഒരു ഡെക്കർ സ്പേസും വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടിയിലേറെ നീളവും 11 അടി വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ വിൻഡോകൾക്കെല്ലാം തന്നെ സേഫ്റ്റിയായ പട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ക്രോംപ്ടന്റെ മനോഹരമായ ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു വാഷ് കൗണ്ടർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ടാപ്പാണ് വന്നിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ടവൽ റാഡൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. പുറകിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനൽ വർക്കിൽ മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാനലിങ് ഈ ഒരു വശത്തേക്കും കൂടി കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 9.5 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിൽ ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിട്ടുണ്ട്. കൂടാതെ നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വരുന്നുണ്ട്. 3 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു കിച്ചൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ കൂടെ ലഭിക്കുന്നുണ്ട്. 8.5 അടിയിലേറെ നീളവും 6.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ധാരാളം പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇനി ഒരു ലെയർ കൂടി കബോർഡ് വർക്കുകൾ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് 3+ന്റെ ഒരു വാർഡ്രോബും ഒരു ലാപ്ടോപ്പ് ടേബിളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ജാഗ്വാറിന്റെ ഫ്ലഷ് ടാങ്ക് വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ലാപ്ടോപ്പ് ടേബിളും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SSM ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 12.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി റൂമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലാപ്ടോപ്പ് ടേബിളും കൂടാതെ ഇവിടെയായിട്ടൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കോർണറിലായിട്ടും ഒരു 2 ഡോറിന്റെ വാൾഡ്രോബും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കെറോവറ്റിന്റെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്കൂഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 16.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കൂടാതെ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലാപ്ടോപ്പ് ടേബിളും ഇവിടെയായിട്ട് ഒരു 3 ഡോർ വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്താണ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്റ്റഡി റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു റൂമിന് 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു സ്റ്റഡി റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നിന്നാണ് ഓപ്പൺ ബാൽക്കണി അല്ലെങ്കിൽ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ബാൽക്കണി വരുന്നത്. 12.5 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസ്എൻ ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി വരുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ മനോഹരമായ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 14.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന്റെ സൈഡെല്ലാം തന്നെ സ്ക്വയർ ട്യൂബ് കൊണ്ട് പോളികാർബൺ ഷീറ്റ് ഒക്കെ കൊടുത്ത് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. GI ഷീറ്റാണ് റൂഫിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 2.5 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി റൂമും 2 കിച്ചണുമായിട്ടുള്ള സ്പേഷ്യസ് ആയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിംഗ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.